വിജയ് ചിത്രം ജനനായകന് വമ്പൻ ബുക്കിംഗ്. കേരളത്തിൽ നിന്ന് മാത്രം 1 കോടിയിലധികം രൂപ അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് ലഭിച്ചു. 1 കോടി ആളുകൾ ഓൺലൈനിൽ ലീക്ക് ചെയ്ത പ്രിന്റ് കണ്ടിട്ടാണ് ഈ ചരിത്ര നേട്ടം സൃഷ്ടിച്ചത്. ബുക്കിംഗ് തുടങ്ങി വെറും 2 മണിക്കൂർ പിന്നിടുമ്പോഴാണ് കേരളത്തിൽ മാത്രം ഈ നേട്ടം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരി, വിജയ് ആരാധകരൊക്കെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇനി വിജയുടെ ജനനായകൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇതാ 1 കോടിയോളം രൂപ അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അനുശ്രീ, വിജയ് സിനിമകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും വിജയുടെ ഫാൻ ബേസ് എങ്ങും പോകുന്നില്ല എന്ന് തെളിയിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന റെക്കോർഡാണ് ഇത്. കേരളത്തിലെ മാത്രം റെക്കോർഡാണ്, അത് എടുത്തു പറയാം. വെറും 2.25 മണിക്കൂർ കൊണ്ടാണ് 1 കോടി രൂപയിലധികം പ്രീ സെയിൽസ് ജനനായകൻ ബുക്കിംഗ് ആരംഭിച്ച് ലഭിക്കുന്നത്. വൈകുന്നേരം 6 മണിക്കാണ് കേരളത്തിൽ ബുക്കിംഗ് ആരംഭിച്ചത്. 8.25 മണിക്ക് 1 കോടിയിലധികം രൂപ പ്രീ സെയിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രമായി. അതായത് അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് 55,000 ടിക്കറ്റുകളാണ് 8.25 മണി വരെ ബുക്ക് ചെയ്തത്. അതിൽ നിന്നാണ് 1 കോടിയിലധികം രൂപ ഈ പ്രീ സെയിൽ കളക്ഷനിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഓർക്കുക, തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റതിന് ശേഷം സിനിമയിലേക്ക് താൻ ഇല്ല എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് വിജയുടെ ചിത്രത്തിന് ഇങ്ങനെ ഒരു ബുക്കിംഗ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ ചിത്രം ഇതിനോടകം തന്നെ ഓൺലൈനിൽ മുഴുവൻ, അതായത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം ഏകദേശം 1 കോടിയിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത് തിയേറ്ററിൽ വീണ്ടും സ്ക്രീൻ ചെയ്യുമ്പോഴേക്കും അത് കാണാനും ഇത്രയധികം ആവേശം. എല്ലായ്പ്പോഴും പോലെ തന്നെ വിജയ് ചിത്രങ്ങളെ പോലെ തന്നെ ആദ്യ ദിവസത്തെ മുഴുവൻ ബുക്കിങ്ങുകളും ഏകദേശം ഹൗസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ജനനായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുക്കിംഗ് അതാണ് സംഭവിക്കുന്നത്. കൃത്യം അടുത്ത ആഴ്ച, അതായത് 5 ദിവസങ്ങൾ കൂടി പിന്നിട്ടാൽ തിയേറ്ററുകളിൽ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തും. പക്ഷേ ഇത്രയധികം ആളുകൾ കണ്ട ഒരു ചിത്രത്തിന്റെ പ്രിന്റിനാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ബുക്കിംഗ് നടക്കുന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇവ. 1 കോടിയിലാണ് ഏകദേശം ഇപ്പോൾ 2.25 മണിക്കൂർ പിന്നിടുമ്പോൾ പല തിയേറ്ററുകളിലും, പ്രത്യേകിച്ച് മെയിൻ സെന്റേഴ്സിൽ തിരുവനന്തപുരം, കൊച്ചി, ആലപ്പുഴ, തൃശൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ തന്നെ ആദ്യ ഷോയിലെ പല സ്ക്രീൻസും ഹൗസ്ഫുള്ളായി മാറുന്ന കാഴ്ച. അത് ഫാൻ ഷോസ് മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ വെയിറ്റ് ചെയ്ത് കാണുന്ന ഒരു ചിത്രവും കൂടിയാണ്. മാത്രമല്ല, വിജയുടെ 69ാമത്തെ ചിത്രം, അവസാനത്തെ ചിത്രം തിയേറ്ററുകളിൽ കാണാൻ അക്ഷമരായി കാത്തു നിൽക്കുന്ന ആരാധകരുമുണ്ട്. വളരെ പെട്ടെന്നാണ് ഈ റിലീസ് ഡേറ്റ് 23-ാം തീയതി ആക്കിയത്. അതിനിടയിലാണ് ഇപ്പോൾ റെക്കോർഡ് സൃഷ്ടിക്കുന്നത്. അതും ഇത്രയധികം ആളുകൾ കണ്ടു കഴിഞ്ഞ ഒരു സിനിമയ്ക്ക്. മാത്രമല്ല, സിനിമയുടെ അണിയർ പ്രവർത്തകർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ലീക്ക് ചെയ്ത പ്രിന്റിൽ നിന്നല്ലാതെ ഏകദേശം 42 സെക്കൻഡോളം അധികം ഈ ചിത്രത്തിനുണ്ട്. നിങ്ങൾ കണ്ടത് മാത്രമല്ല, സിനിമ അതിനപ്പുറത്തേക്കും ഈ സിനിമ ഓഫർ ചെയ്യുന്നുണ്ടെന്നൊക്കെ നിർമ്മാതാക്കളും കൂടി പറഞ്ഞിരുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്താണെന്ന് അറിയാനും അവസാനമായ ഒരു വിജയ് ചിത്രം തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലും ആവേശത്തിലുമാണ് ഈ ഒരു റെക്കോർഡ് ബുക്കിംഗ് ജനനായകന് വേണ്ടി മലയാളി പ്രേക്ഷകർ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു റെക്കോർഡിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത്. ശരി, ഹരികൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.